ശ്രീ സജി മാർക്കോസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ സജി, ഇവിടെ ഉണ്ടാകുന്നൊരു സംശയം, അതായത് ഇന്ന് സ്വാതന്ത്ര്യദിനത്തിന്റെ, നേരത്തെ കറുപ്പാൻകുട്ടി സാറ് സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഇന്ന് നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പങ്കെടുത്തൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ അല്പസമയം മുമ്പ് അദ്ദേഹം പറഞ്ഞത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക തന്നെ ചെയ്യും എന്നാണ്. ഈ വാർത്താ പരമ്പര ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റാൻഡ് സ്വീകരിച്ചുകൊണ്ടല്ല, ഇത് പൊട്ടുമെന്നോ പൊട്ടില്ല എന്നോ പറയാൻ ഞങ്ങൾക്ക് സാങ്കേതികമായ അറിവോ പരിജ്ഞാനമോ ഇല്ല. അപ്പോൾ പോലും ജനങ്ങളുടെ ആശങ്ക എന്നത് പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രവുമല്ല, അതിനൊരു പരിധിവരെ ആക്കം കൂട്ടുന്നത് ഇവിടുത്തെ ജനപ്രതിനിധികളല്ലേ. ഇത് സുരക്ഷിതമാണ് എന്നൊരു ഭാഗത്ത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണ്, അതിനൊരു തകരാറ് സംഭവിക്കില്ല, പൊട്ടില്ല എന്ന് പറയുമ്പോൾ അതേ സർക്കാർ സംവിധാനം തന്നെ പറയുന്നു പുതിയ ഡാമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. അതൊരു പൊരുത്തക്കേട് ഉണ്ടാക്കുന്നില്ലേ? അതല്ലേ യഥാർത്ഥത്തിൽ ഈ ആശങ്ക കൂടുതൽ ശക്തമാക്കുന്നത്? കേൾക്കാം പറയും. ഓക്കെ, ഇത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതിന് എല്ലാവർക്കും തന്നെ പങ്കുണ്ടെന്ന് പറയാം. അതിനകത്ത് മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് പങ്കുണ്ട്, യൂട്യൂബർമാർക്ക് പങ്കുണ്ട്, സോഷ്യൽ മീഡിയക്ക് പങ്കുണ്ട്. ആശങ്ക നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഡാം സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്ന 7.5 കോടി ജനങ്ങൾ ഒരു വശത്ത്, ഡാം അപകടത്തിലാണെന്ന് വിശ്വസിക്കുന്ന 3.5 കോടി ജനങ്ങൾ മറുവശത്ത്. ഇതാണ് ശരിയായ ഒരു പ്രശ്നം. അപ്പൊ ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ട് സുപ്രീം കോടതിക്ക് ഇതിനകത്ത് കൃത്യമായ ഒരു ഇടപെടാൻ സാധിക്കും. 2 രീതിയിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താം. ഒന്ന്, നമ്മൾ തമിഴ്നാടുമായി സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയ തീരുമാനം. അങ്ങനെ അവരുമായി സംസാരിച്ചത് പ്രശ്നത്തിലാണെന്ന് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. ഈ നാൾക്കുനാൾ ഈ അകലം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ നിന്നെല്ലാം പിന്മാറിയിട്ട് ഇത് ഒരു സംസ്ഥാനം എന്ന രീതിയിൽ ഈ കാര്യത്തിൽ കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഈ ഡാം ദുർബലമല്ല എന്ന് വിശ്വസിക്കുന്ന 7.5 കോടി ജനങ്ങളുണ്ട് അവിടെ. അവരെ ബോധ്യപ്പെടുത്താൻ എന്താണ് ഒരു വഴി? ഒന്നുകിൽ ചർച്ച നടത്താം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തുക, 2 പേരും കൂടി ചേർന്നുകൊണ്ട് തന്നെ. അതിനുശേഷം ഈ ഡാം ബലമുള്ളതാണ് എന്ന് കണ്ടാൽ പിന്നെ നമുക്ക് ഭയപ്പെടേണ്ടതില്ലല്ലോ. ബലമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അതിനടുത്ത വഴിയെ കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, തമിഴ്നാട്ടിൽ നല്ല മിടുക്കന്മാരായ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവർ ഇനിയും അതെങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളതിന്റെ പ്ലാനുകളും പദ്ധതികളും ഉണ്ടാക്കി കഴിഞ്ഞു, അതിന്റെ ഡ്രോയിങ്സ് വരെ ഉണ്ടാക്കി കഴിഞ്ഞു. അതായത് ഇപ്പം വെള്ളം കിടക്കുന്നതിന്റെ എതിർവശത്ത് നമ്മൾ പണ്ട് ഒരു കോൺക്രീറ്റ് പാളി വെച്ചതുപോലെ തന്നെ അതിശക്തമായ ഒരു അതിനേക്കാൾ കട്ടിയിൽ ഒരു കോൺക്രീറ്റ് പാളി വെക്കുകയും അത് പീറുകൾ വഴി പാറയിലോട്ട് ഉറപ്പിച്ചു നിർത്തി ഒരു സ്വതന്ത്രമായ ഡാം എങ്ങനെ ആക്ട് ചെയ്യുമോ അതേ രീതിയിൽ ആക്ട് ചെയ്യാവുന്ന രീതിയിലും ഇപ്പോൾ നിൽക്കുന്ന ഡാമിന് ഡാമേജ് വരാത്ത രീതിയിലുള്ള ഡിസൈൻ വരെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കേരളവും മുഖ്യ പരിഗണന നൽകി തന്നെ പരിശോധിക്കേണ്ടുന്ന വിഷയങ്ങളല്ലേ? കാരണം നമ്മളുടെ ഈ ആശങ്കയ്ക്ക് എത്രമാത്രം അടിസ്ഥാനമുണ്ട് എന്നത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ, കോടതിയെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ ആശങ്ക ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നു എന്നതിനപ്പുറം അതിന് എത്രമാത്രം അടിസ്ഥാനമുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ പുതിയ ഡാം എന്ന ഒരു സൊല്യൂഷൻ വെക്കുന്നില്ല. നമ്മൾ സുരക്ഷ, കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയാണ് നമുക്ക് ആവശ്യം. അങ്ങനെയാണെങ്കിൽ പുതിയ ഡാം എന്നതിന് പകരം ഈ രീതിയിൽ സ്ട്രെങ്തൻ ചെയ്ത് സുരക്ഷ ഉറപ്പാക്കുന്ന മറ്റേതൊരു സാഹചര്യവും കേരളത്തെ സംബന്ധിച്ചും പരിശോധിക്കാവുന്നതല്ലേ? സജി സാർ, അവിടെ അങ്ങനെ ഒരു പ്രതികരണം ഇന്നേ വരെ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് കേരളത്തിൽ നിന്ന് കേട്ടിട്ടുമില്ല. പുതിയ ഡാം എന്ന ആശയം നമ്മൾ മുമ്പോട്ട് വെച്ചപ്പോൾ തന്നെ നമ്മുടെ കാലിടറിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പുതിയ ഡാം വേണമെന്ന് ആരാണ് പറഞ്ഞത്? നമുക്ക് പുതിയ ഡാം വേണ്ട, തമിഴ്നാട്ടിലും പുതിയ ഡാം വേണ്ട, വെള്ളം മാത്രം മതി. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് സുരക്ഷയാണ്. പുതിയ ഡാം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ഒരു പരിഹാര മാർഗം മാത്രമാണ്. അതിന് ഈ തമിഴ്നാട്ടിൽ വെള്ളം കിട്ടാവുന്ന മറ്റ് ഓൾട്ടർനേറ്റീവ് വഴികൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോഴത്തെ ഡാമിന്റെ ജലനിരപ്പ് കുറച്ച് സേഫ് ആയ ഒരു പരിധിയിൽ നിർത്തിയതിനു ശേഷം ഈ ടണലിന്റെ ഔട്ട്ലെറ്റ് വെള്ളം എടുക്കുന്ന അവിടുന്ന് ഒരു 50 അടി താഴ്ത്തി മറ്റൊരു ടണൽ പണിയാണോ? എന്തെല്ലാം മാർഗങ്ങളെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ ഡാം പൊളിക്കുക എന്ന് പറയുന്നു, ഡാം നിർമ്മിക്കുക എന്ന് പറയുന്നത്, നമുക്ക് ഇത് രണ്ടും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഡാം പൊളിക്കാൻ പറ്റില്ല, നമുക്ക് ഡാം നിർമ്മിക്കാനും പറ്റില്ല. സംശയം ചോദിക്കൂ. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തമിഴ്നാട്ടിൽ, ബ്രിട്ടീഷുകാർക്ക് തമിഴ്നാട്ടിൽ ഭരണമില്ലാതിരുന്ന സമയത്ത്, അവർ ഇന്ത്യയിലുണ്ട്, പക്ഷെ ബ്രിട്ടീഷ് രാജവംശത്തിൽ ഭരണമുള്ളപ്പോൾ നമ്മളോട് ചോദിക്കാതെ നമ്മുടെ കാട്ടിനകത്ത് കയറി അവിടെ എവിടെയൊക്കെ വെള്ളമുണ്ടെന്ന് സർവേ നടത്തി അതിനുശേഷം ഒരുപാട് അവർ മുമ്പോട്ട് പോയതിന് ശേഷമാണ് രേഖകൾ പരിശോധിച്ചപ്പോൾ ഇത് തിരുവിതാംകൂറിൽ കിടക്കുന്നതാണെന്ന് കണ്ടുപിടിച്ചത്. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം 1886 മുതൽ ഈ 129 വർഷം വരെയും നൂറുകണക്കിന് കത്തുകളും നൂറുകണക്കിന് ചർച്ചകളും നടന്നിട്ടും തമിഴ്നാട് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ സാറ് പറഞ്ഞതുപോലെ ഒരു സമവായം ആരാണ് തരിക?
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ മാധ്യമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബർമാരും നമ്മുടെ സോഷ്യൽ മീഡിയയും ചെയ്യുന്നതിനേക്കാൾ വലിയ രീതിയിൽ അവിടെ ദുഷ്പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർ നമ്മൾ നല്ല വൈര്യത്തിലായിരിക്കണം ഒരു പ്രസിഡന്റ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ തെക്കേ ഇന്ത്യ എന്ന് പറഞ്ഞ് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ്. ആ ഒരു സാഹചര്യത്തിൽ അവരും രണ്ട് തട്ടിലായി പ്രത്യേക പ്രശ്നത്തിന്റെ പേര് വന്നിരിക്കുകയാണ്. നമുക്ക് വേണ്ടത് തമിഴിനെ ബോധ്യപ്പെടുത്താൻ ഒരു വഴി, ഇല്ലേ കോടതിയെ ബോധ്യപ്പെടുത്താൻ ഒരു വഴി. ഈ ഡാം അപകടത്തിലാണ്. അവിടെയാണ് ഈ സംശയം ഉണ്ടാകുന്നത്. അതിന് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത് താങ്കൾ ഈ പറയുന്ന മാധ്യമങ്ങൾക്കടക്കം പരിമിതിയുണ്ട്, യൂട്യൂബർമാർക്കടക്കം പരിമിതിയുണ്ട്. ഒരുപക്ഷെ മാധ്യമങ്ങളും യൂട്യൂബർമാരും ഒക്കെ തെറ്റായ സന്ദേശം ആയിക്കൊള്ളട്ടെ നൽകുന്നത്, അതങ്ങനെ തന്നെ കരുതുക. അപ്പോഴും കൃത്യമായ ഒരു ഭരണകൂടമുണ്ടല്ലോ. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച ഒന്ന് ഇതാണ്. ഇപ്പോൾ ഭരിക്കുന്ന രണ്ട് ഭരണകൂടങ്ങൾ, ഒന്ന് തമിഴ്നാട്ടിലാകട്ടെ കേരളത്തിലാകട്ടെ, വലിയ ബന്ധം പുലർത്തുന്ന, ഒരേ രാഷ്ട്രീയ ദിശയിലൊക്കെ രാഷ്ട്രീയമായ ആശയവ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഒരേ ചേരിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർ കൂടിയാണ്. അപ്പോൾ ഒരു ജനതയെ വിശ്വാസത്തിലെടുക്കാൻ, ആ രണ്ട് സംസ്ഥാനങ്ങളിലെയും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ സാർ മുന്നോട്ട് വെച്ചതുപോലെ ഒരു പുതിയ ഡാം അല്ല നമുക്ക് വേണ്ടത് എങ്കിൽ അങ്ങനെയല്ലേ അധികൃതർ പറയേണ്ടത്? അതാണല്ലോ ആവർത്തിച്ച് ഞങ്ങൾ ചോദിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും, ഭരണകൂടത്തിന്റെ ഭാഗമായുള്ള നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പുതിയ ഡാമാണ് ഞങ്ങളുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം എന്ന്. അഭിലാഷെ, തെറ്റാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് പുതിയൊരു ഡാം അവിടെ കെട്ടാൻ പറ്റില്ല. പിന്നെ അതിന്റെ അനുമതി എത്ര കാലം എടുക്കും? അപ്പോൾ അത് രാഷ്ട്രീയമായ ലാഭം നോക്കിയുള്ള വെറും കണ്ണിൽ പൊടിയിടുന്ന പ്രഖ്യാപനങ്ങളായി മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. എക്സാക്ട്ലി. അതിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തകരും പിന്മാറുകയാണ് വേണ്ടത്. ആദ്യം ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തമിഴ്നാടുമായി സംസാരിക്കുക എന്നുള്ളതാണ്. അവർക്ക് വെള്ളം കിട്ടുമെന്ന് ഉറപ്പ് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു സേഫ്റ്റി ഓഡിറ്റിംഗ് ഡാമിൽ നടത്താം. ഇപ്പോൾ ആ ഡാം ബലമുള്ളതാണോ? ഇനി ബലമില്ലെങ്കിൽ അത് ബലപ്പെടുത്താൻ പറ്റുമോ? ഇല്ലെങ്കിൽ പിന്നെ എന്താണ് വെള്ളം കൊടുക്കാനുള്ള മറ്റൊരു വഴി? ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് അതിന്റെ എക്സ്പേർട്ടിനെ കൊണ്ട് ഇതൊന്ന് പരിശോധിപ്പിച്ച് അങ്ങനെ കൺക്ലൂസീവ് ആയ ഒരു റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാക്കാൻ. ഈ നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. അവർ തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മൾ ഈ സാഹചര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഫെഡറൽ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടുന്നതിന്റെ ആവശ്യകത പറയുന്നവരാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഭരണത്തിലുള്ളത് എന്ന് ഓർക്കണം. അപ്പോൾ അവർക്ക് ആ രീതിയിൽ പ്രവർത്തിക്കാൻ, അത് പ്രവർത്തിച്ച് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയവും മുഹൂർത്തവുമാണ് ഇത്. അത് അവർ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം.